ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിലെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് എടുത്തു മാറ്റിയ ആ സാഹചര്യത്തിൽ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ, റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിനെ സംബന്ധിച്ചും അതുപോലെ അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏജൻസികളെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം മെസ്സേജുകൾ വരികയുണ്ടായി. എല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ച റിക്രൂട്ട്മെൻറ്റ് ഫ്രീസുകളൊക്കെ എടുത്തു മാറ്റിയാൽ അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റുകളൊന്നും നടക്കാത്തത്, അതുപോലെ പല ഏജൻസികളിലേക്കും സിവിയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷവും അവിടുന്ന് റെസ്പോൺസ് ഒന്നുമില്ല. അങ്ങനെയുള്ള ആ ടോപ്പിക്കുകൾക്കുള്ള ഒരു ചെറിയ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഇത്തരത്തിലുള്ള അയർലൻഡ് വിശേഷങ്ങൾക്ക് വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായിട്ട് ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെടുത്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വിഷയത്തിലേക്ക് വരാം. റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് എടുത്തു മാറ്റിയ സാഹചര്യത്തിൽ അയർലൻഡിൽ ഏതാണ്ട് 2000-ലധികം റിക്രൂട്ട്മെൻറ്റുകൾ HSE മേഖലയിൽ നടക്കാൻ പോവുകയാണെന്നാണ് നമ്മൾ വാർത്തകൾ അറിഞ്ഞിരുന്നത്. എന്നിരുന്നാലും ഈ റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെ മേഖലയിലാണ് ഉണ്ടാകുക എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത HSEയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യ മേഖലയിലെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ചെയർമാനും അതോടൊപ്പം അയർലൻഡിലെ ആരോഗ്യ സേവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗങ്ങളുള്ള ഏറ്റവും വലിയ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ട്രേഡ് യൂണിയൻ അസോസിയേഷനായിട്ടുള്ള ഐറിഷ് നേഴ്സസ് ആൻഡ് മിഡ്വൈഫർ ഓർഗനൈസേഷൻ ഇൻമോയുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡയറക്ടറുമായിട്ടുള്ള ആൽബർട്ട് മർഫി കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയതായിട്ടുള്ള വാർത്ത നമ്മൾ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഈ വർഷം മുഴുവൻ റിക്രൂട്ട്മെൻറ്റിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് HSEയിലെ ചില കത്തിടപടകൾ കാണിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സർക്കാർ നയങ്ങളിലെ അവ്യക്തത കാരണം റിക്രൂട്ട്മെൻറ്റ് നടപടികൾ ഇനി വൈകുമെന്ന് കരുതുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് മാറിയിട്ടും പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നമ്മളെ തേടി വരാത്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ സാഹചര്യങ്ങൾ ഏത് നിമിഷവും മാറി മറിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് ചോദിച്ചൊരു കാര്യമാണ്, 1-2 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ തന്നെ തങ്ങളുടെ CV ഒക്കെ അതിൽ പറഞ്ഞ പല ഏജൻസികൾക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിലവിലത്തെ സാഹചര്യം, അതായത് റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന നമ്മുടെ തൊഴിൽ പരിചയം എന്ന് പറയുന്നത് 100 അല്ലെങ്കിൽ 150 ബെഡ് കപ്പാസിറ്റിയുള്ള 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ, ആ സ്ഥാനത്ത് ഇപ്പോഴവർ 4 വർഷവും JC അല്ലെങ്കിൽ NABH അക്രഡിറ്റേഷനുള്ള 250 ബെഡ് കപ്പാസിറ്റിയുള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ മുൻപത്തെ മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ മാറി. അപ്പോൾ ഹൈ എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുക. HSEയിൽ ഈ എക്സ്പീരിയൻസ് ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം പ്രൈവറ്റ് മേഖലയിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അവരും അവരുടെ എക്സ്പീരിയൻസിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ ഉയർത്തിയിട്ടുണ്ട്. ഡിസിഷൻ ലെറ്ററിൻ്റെ വാലിഡിറ്റി ഒക്കെ കഴിയാൻ പോകുന്നവരാണ്. നിലവിലെ സാഹചര്യത്തിൽ HSE തന്നെ നോക്കിയിരിക്കാതെ പ്രൈവറ്റിലേക്കൊക്കെ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് HSEയിലേക്കൊക്കെ മാറാനായിട്ടുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കും. ഈ ഡിസിഷൻ ലെറ്ററൊക്കെ തീരുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്നെത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ടാസ്ക്. ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പം HSEയിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത അവർ ഉയർത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഫലനം പ്രൈവറ്റ് സെക്ടറിലേക്കുള്ള അപേക്ഷയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. അവരും ഇപ്പോൾ എക്സ്പീരിയൻസ് കൂടുതലുള്ളവരെ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അയർലൻഡിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ മാറി. അപ്പോൾ നമ്മൾ CV ഡീറ്റെയിൽസുകളൊക്കെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ ഡീറ്റെയിൽസുകളാണ് വേണ്ടത് അതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അത് ഇതിനകത്ത് പറയുന്നില്ല. ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സുകളൊക്കെ അയച്ചു കൊടുക്കുമ്പോഴും അതുപോലെ നമ്മുടെ CV പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ റിക്രൂട്ടറെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഇടയാകുന്ന രീതിയിലുള്ള ഒരു CV ഒക്കെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള അയർലൻഡ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.